ഇനി മുതൽ സ്കൂളുകളിൽ പാൻറ് ഉപയോഗിക്കാൻ പാടില്ല. ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും കൗതുകം തോന്നിയേക്കാം. സത്യം എന്താണ്? ഞാൻ വിശദമായ കാര്യങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ മലയാളികൾ പൊതുവെ ഇംഗ്ലീഷ് വാക്കുകൾ തെറ്റായി ഉപയോഗിക്കാൻ പഠിച്ചവരാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പാൻറ് എന്ന വാക്ക് തന്നെ. ചെരിപ്പോരാകുമ്പോ അത് പാന്റ് ആവൂലേ? പാന്റ് വേണ്ട, ട്രൗസർ. ചെരുപ്പ് വരാനുള്ള ട്രൗസർ. അച്ഛാ പാന്റ് പാന്റ് അമ്മവാ പാന്റ് പാന്റ്. പാൻറ് എന്നുള്ള നമ്മുടെ ഈ പ്രയോഗം സത്യത്തിൽ പറയേണ്ടത് പാൻസ് എന്നാണ്. സിനിമാ മേഖലയിലും മറ്റുമുള്ളവർക്ക് ഈ ഒരു കാര്യം അറിയാത്തത് കൊണ്ടാകില്ല. നമ്മൾ മലയാളികൾക്ക് മനസ്സിലാകണമെങ്കിൽ പാൻറ്റെന്ന് തന്നെ പറയണ്ടേ. ഇംഗ്ലീഷിൽ പാൻറ്റെന്ന് ഒരു വേർഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അതിൻ്റെ അർത്ഥം വേറെയാണ്. നമ്മൾ പെട്ടെന്ന് ഓടുകയും മറ്റും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു കിതപ്പ്, ഒരു തരം അസ്വസ്ഥത, ഒരു വീർപ്പുമുട്ടൽ, ആ ഒരു അവസ്ഥയാണ് ഇംഗ്ലീഷിൽ പാൻറ് എന്ന് പറയുന്നത്. രണ്ട് കാലുറ പോലുള്ള നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന് പറയേണ്ടത് ഒന്നാണെങ്കിലും ഒന്നിൽ കൂടുതലുണ്ടെങ്കിലും രണ്ടിനും നമ്മൾ പറയേണ്ടത് പാൻസ് എന്നാണ്. പാൻറ് എന്നുള്ള ഈ ഒരു വേർഡ് മാത്രമല്ല, വേറെ പല വാക്കുകളും നമ്മളിങ്ങനെ തെറ്റായി ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹെഡ്ഫോൺസ് എന്നുള്ള വേർഡ് നമ്മൾ മൊബൈലിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന, പാട്ട് കേൾക്കാൻ യൂസ് ചെയ്യുന്നൊരു ഡിവൈസ് അല്ലേ, അതിന് ഹെഡ്ഫോൺസ് എന്നാണ് പറയുക. പക്ഷേ നമ്മളിൽ പലരും പറയുന്നത് ഹെഡ്ഫോൺ എന്നേ പറയുള്ളൂ. കാരണം ഒന്നല്ലേ ഉള്ളൂ, ഒരു ഡിവൈസ് അല്ലേ ഉള്ളൂ എന്ന അർത്ഥത്തിൽ അതിനെ സിംഗുലർ ആക്കി നമ്മൾ യൂസ് ചെയ്യുന്നു. ഒന്നിൽ കൂടുതൽ വരുമ്പോൾ മാത്രമേ ഹെഡ്ഫോൺസ് എന്ന് പറയേണ്ടതുള്ളൂ എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. പക്ഷേ ഇവിടെ ഈ പാൻസ് പോലെ തന്നെ ഹെഡ്ഫോൺസിനും സിംഗുലറും പ്ലൂരലും ഒന്നാണ്. അപ്പോൾ ഹെഡ്ഫോൺ എന്ന് പറയരുത്, ഹെഡ്ഫോൺസ് എന്ന് തന്നെ പറയണം. പക്ഷേ നമ്മൾ മലയാളികളെ ഈ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ബോയ്, ആൺകുട്ടി. ഒന്നിൽ കൂടുതൽ ആൺകുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ബോയ്സ് എന്ന് പറയും. ക്യാറ്റ്, പൂച്ച. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ക്യാറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഈ എസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു നൗണിൻ്റെ, ഒരു വസ്തുവിൻ്റെ പ്ലൂരൽ ഫോം കിട്ടും എന്നുള്ളത് ഒരു മാജിക്കാണ്. അപ്പോൾ ആ ഒരു മാജിക്ക് നമ്മൾ ചെറിയ ക്ലാസ്സിലേ നമ്മളെ ടീച്ചേഴ്സ് പഠിപ്പിച്ചു തന്നു. പക്ഷേ അതിൽ ഇത്തരം ചില വാക്കുകൾക്ക് അതിൽ എക്സെപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. അപ്പം ഇങ്ങനെ സിംഗുലറും പ്ലൂരലും ഒന്നായിട്ടുള്ള ഇത്തരം വാക്കുകൾക്ക് ഇംഗ്ലീഷിൽ ഒരു ശാസ്ത്രീയമായ പേരുണ്ട്. എന്താണെന്നറിയോ? പ്ലൂരലെ ടാൻഡം എന്ന് പറഞ്ഞാൽ വൺ ഐറ്റം വിത്ത് ടു പാർട്സ് എന്നാണ്. ഒന്നിൽ നിന്ന് രണ്ടായി തിരിയുന്നത്. ഇപ്പോൾ പാൻസിൻ്റെ ഷേപ്പ് ഒന്ന് നോക്കി, ഒരു ബോഡിയിൽ നിന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റായി പോകല്ലേ, രണ്ട് കാലുകളായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. അവയുടെ സിംഗുലറും പ്ലൂരലും ഒന്ന് തന്നെയായിരിക്കും. അത് എസ് കൂടിയതുമാണ്. അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ സിസേഴ്സ്, കത്രികയുടെ ഷേപ്പ് ഒന്ന് നോക്കൂ, ഇതേപോലെ അല്ലേ, ഒന്നിൽ നിന്ന് രണ്ടായി മാറുകയാണ്. അതിനെ നമുക്ക് വേർപെടുത്താൻ പറ്റില്ല. രണ്ട് ലെഗായിട്ട് ഫീൽ ചെയ്താൽ പോലും അത് ഒന്ന് തന്നെയാണ്. അപ്പോൾ വേറെയും കുറേ വാക്കുകളുണ്ട് ഇത്തരത്തിലുള്ളത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ട്രൗസേഴ്സ് അല്ലേ, പാൻസ് പോലെ തന്നെ ട്രൗസേഴ്സ്. ട്രൗസർ എന്ന ആൾക്കാർ ചിലപ്പോൾ പറയാറുണ്ട് ഇറ്റ് ഈസ് ട്രൗസേഴ്സ് ആണ്. അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. പിന്നെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ജീൻസ്. നമ്മളത് ശരിയായിട്ട് തന്നെ എല്ലാവരും ഉപയോഗിക്കാറല്ലേ, ജീൻസ് എന്നല്ലേ പറയുള്ളൂ, ജീൻ എന്ന് പറയാറില്ലല്ലോ. അപ്പോൾ അതേപോലെ ആയിരിക്കണം നമ്മൾ സിസേഴ്സും പാൻസും ഒക്കെ പറയേണ്ടത്. പിന്നെ ലെഗിങ്സ്, പിന്നെ ഷോർട്സ്, സ്പെക്ടക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പെക്ടക്കിൾസ് ഒരു ഫ്രെയിമിൽ തന്നെ രണ്ട് ഗ്ലാസ് ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒന്നിൽ നിന്ന് രണ്ടായി വരുന്ന ഈ ഒരു ഒബ്ജക്ട്സിനൊക്കെ നമ്മൾ പ്ലൂറലായിട്ട് ഈ രീതിയിലാണ് പറയുക. അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു എസ് ചേർക്കേണ്ട ആവശ്യമില്ല, അതുപോലെ എസ് കുറയ്ക്കുകയും വേണ്ട. ഇവിടെ സിംഗുലറും പ്ലൂരലും രണ്ടും ഒന്ന് തന്നെയാണ്. ഇവ വെറും നിയമങ്ങൾ മാത്രമല്ല, ഇത് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. ചെറിയ ക്ലാസ് മുതൽ ഡിഗ്രി ലെവലിലുള്ള കുട്ടികൾക്ക് വരെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കണ്ടൻറ്റ് കൂടിയാണിത്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാറുണ്ട്. അപ്പം ഇതൊന്ന് ശ്രദ്ധയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അതിനൊക്കെ ഉത്തരം എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരാം.
അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഓൾ.